ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ജേർണലിങ്ങിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഓൾറെഡി എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു ജേർണലിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം, ലൈവായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ജേർണലിംഗ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം പോലെ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജേർണലിങ്ങിനെ പറ്റിയിട്ടാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ജേർണലിംഗ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ലേറ്റ് ആകാതെ വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ വീഡിയോയിൽ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബുക്ക് എന്ന് പറയുന്നത് ദ ബോംബെ സ്റ്റോർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഒരു ഡയറി, ഒരു ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഈ റീസൈക്ലിങ്ങിലൂടെയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഡയറിയിലാണ് ഇന്ന് ഞാൻ എന്തായാലും ജേർണലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏത് നോട്ട്ബുക്ക് വേണമെങ്കിലും എടുക്കാം. ഈ ബുക്ക് A6 സൈസിൽ വരുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിൻ്റ് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ഇന്ത്യൻ വൈബൊക്കെ തരുന്നുണ്ടല്ലേ ഈ ബുക്ക്. അപ്പം നിങ്ങൾക്ക് ഏതൊരു A5 അല്ലെങ്കിൽ A6 സൈസിൽ വരുന്ന നോട്ട്ബുക്ക് എടുക്കാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ജേർണലിംഗ് ചെയ്യാനായിട്ട് ഈ സൈസിലെ ബുക്ക് വേണം, റൂൾഡ് ആയിട്ടുള്ള നോട്ട്ബുക്ക് തന്നെ വേണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ജേർണലിംഗ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കവറാണ് കേട്ടോ. കാണുന്നുണ്ടോ? ആദ്യം തന്നെ നിങ്ങൾ ജേർണൽ ചെയ്യാൻ വേണ്ട സപ്ലൈസ് ആദ്യം കളക്ട് ചെയ്ത് വയ്ക്കുക. അതായത് ഇപ്പോൾ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്, നമ്മുടെ ബ്രഷ് പെൻ അല്ലെങ്കിൽ മാർക്കേഴ്സ്. നിങ്ങൾ മാർക്കേഴ്സാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാർക്കർ എടുത്ത് വയ്ക്കുക, ഹൈലൈറ്റേഴ്സ്, അങ്ങനെ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഇത് ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജേർണലിംഗ് ചെയ്യാൻ വേണ്ടത് അതെല്ലാം കളക്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹൈലൈറ്റേഴ്സ് എടുത്തിട്ടുണ്ട്, ബ്രഷ് പെൻ എടുത്തിട്ടുണ്ട്, മാർക്കർ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് കളർ പെന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. കളർ പെൻ ചിലപ്പോൾ യൂസ് വരത്തില്ല എങ്കിലും എടുത്തിട്ടുണ്ട്. ഒരു ജെൽ പെന്നും വേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഫസ്റ്റ് പേജ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ഫസ്റ്റ് പേജ് അങ്ങ് വിടുവാണേ. നമ്മുടെ പേരൊക്കെ എഴുതാനായിട്ട് കുറച്ച് നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പേജ് എന്തായാലും ഞാൻ വിടുവാണ്. ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊട്രാക്ടർ ഇതിനുള്ളിൽ നിൽക്കണം. ഇത് യൂസ് ചെയ്തിട്ട് ഇപ്പം ഞാനൊരു ജെൽ പെൻ യൂസ് ചെയ്യുവാണ്. ഈ പ്രൊട്രാക്ടറിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കുന്നില്ല, കുറച്ച് ഭാഗത്ത് ഇതുപോലെ, കുറച്ച് ഭാഗമൊന്നുമല്ല, ഇതിൻ്റെ ഈ ഔട്ടർ പോർഷൻ ജസ്റ്റ് ഒന്ന് ഒരു സർക്കിൾ ഷേപ്പ് വരാൻ വേണ്ടി വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുറച്ച് ഈ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ ആയിട്ട് നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ സ്റ്റിക്കർ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കവായി തീമിൽ വരുന്ന സ്റ്റിക്കറാണ് പേസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു കുറച്ച് വിൻറ്റേജ് വൈബൊക്കെ തരുന്ന അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിക്കാൻ ഇഷ്ടമാണെങ്കിൽ പേസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ പറയുന്ന അതേ പൊസിഷനിൽ പേസ്റ്റ് ചെയ്യണം എന്നില്ല, ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കുന്നതല്ലേ. അപ്പം ഞാൻ എൻ്റെ ഒരു രീതിക്ക് പേസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ ഇഷ്ടമുള്ള പിക്ചേഴ്സ് വെച്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പെർട്ടിക്കുലർ തീമൊന്നും പിടിക്കുന്നില്ല, എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്യുവാണ്. നിങ്ങൾ ഒരു തീം പിടിച്ച് ചെയ്യുവാണെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു ബ്രൗൺ ടോണൊക്കെ വരുന്നതാണ് ഇഷ്ടമെങ്കിൽ ഒരു കുറച്ചുകൂടെ വിൻറ്റേജ് എസ്തെറ്റിക്സ് ആയിരിക്കും ചേരുന്നത്. അല്ല നിങ്ങൾ കുറച്ച് ക്യൂട്ടായിട്ടുള്ളതാണ് നോക്കുന്നതെങ്കിൽ പിങ്ക് സ്റ്റിക്കേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. ഞാനിവിടെ അങ്ങനെ ഒരു പെർട്ടിക്കുലർ തീം പിടിക്കാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് പേസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒരു 5-6 സ്റ്റിക്കേഴ്സ് മതിയാവും. ഇനി കോട്ടൊക്കെ എഴുതി കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് കളർഫുൾ ആക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തൽക്കാലം ഈ ഒരു മിനിമൽ ലുക്കിലിരിക്കട്ടെ. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ നിന്നോ പിൻട്രസ്റ്റിൽ നിന്നോ നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള കോട്ട്സ് കണ്ടുപിടിച്ച് അത് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സ് അല്ലെങ്കിൽ ഐഡിയാസ് എഴുതാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ സ്വന്തമായിട്ട് എഴുതാം കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം പിൻട്രസ്റ്റിൽ നിന്നൊരു കോട്ട് എഴുതി ഫില്ല് ചെയ്യാൻ പോവാണ്. പിന്നെ നിങ്ങൾക്ക് സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ പേപ്പർ കട്ടിങ്സ് എടുത്തിട്ട് അത് പേസ്റ്റ് ചെയ്താലും മതിയാവും കേട്ടോ.
അപ്പോൾ ഇതിൽ കോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മെറ്റാലിക് മാർക്കർ പെൻസാണ് യൂസ് ചെയ്യുന്നത്. അതെ, ഇതിൽ ഈ ഒരു വയലറ്റ് ഷെയ്ഡ് എടുക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തത് വയലറ്റ് കളർ ഷെയ്ഡാണ് കേട്ടോ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളർ ഷെയ്ഡാണ്. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇറേസബിൾ ഹൈലൈറ്റർ ആണ് കേട്ടോ. അതിൻ്റെ റാണി പിങ്ക് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ഇതിലെ 2 മെയിൻ വേർഡ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി, നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, അവിടെ വൈ ലെറ്റർ എഴുതിയത് അത്ര കറക്റ്റ് ആയില്ല കേട്ടോ. ബട്ട് ഓക്കെ, നമുക്കത് ശരിയാക്കി എടുക്കാം. ഇത് ഇറേസബിൾ ഹൈലൈറ്റർ ആണല്ലോ, അപ്പം ഞാനിത് പിന്നീട് ഇറേസ് ചെയ്ത് ഒന്ന് തിരുത്തുന്നുണ്ട് കേട്ടോ. പക്ഷെ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, എങ്കിലും ഓക്കെ, നമ്മളതൊന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഹൈലൈറ്റർ യൂസ് ചെയ്ത് അത്ര ശരിയായില്ല, അതുകൊണ്ട് ഫസ്റ്റ് ലെറ്റേഴ്സിന് കട്ടി കുറച്ച് കൂടിപ്പോയി. അപ്പോൾ അത് തിക്നെസ് കുറച്ചാൽ ഭംഗി കാണുമെന്ന് വിചാരിച്ചിട്ട് തിക്നെസ് കുറച്ച് കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ അത് ഇറേസ് ചെയ്ത് വന്നപ്പോഴേക്കും ഏകദേശം ആ ലെറ്റർ ഫുൾ ഇറേസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ അങ്ങ് ടോട്ടലി ഇറേസ് ചെയ്തിട്ട് പിന്നെ ഒന്നേന്ന് എഴുതുകയാണ് കേട്ടോ ചെയ്തത്. പക്ഷേ ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഈ സംഭവം. ഈ ഹൈലൈറ്റേഴ്സിന് ഇറേസർ ഉള്ളതെന്ന് പറയുമ്പോഴേ കംപ്ലീറ്റ് ആയിട്ടത് മാറുമെന്നല്ല ഞാൻ പറയുന്നത്, അത് മാറും. പക്ഷെ അവിടെ എന്തോ മായ്ച്ച പോലത്തെ ഒരു പാട് അവിടെ ഉണ്ടാവും കേട്ടോ. ഇപ്പം തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ആ വൈ മായ്ച്ചെടുത്ത് എന്തോ മായ്ച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, അത്രയെങ്കിലും അത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. ആർട്ട് വർക്ക്സും ഒരുപാട് പ്രോജക്റ്റ് വർക്കും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അടുത്തതായിട്ട് ഞാനൊരു ബ്ലാക്ക് ജെൽ പെൻ വെച്ചിട്ട് ഈ എഴുതിയിരിക്കുന്ന ഈ കോട്ട്സിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ആ പെൻ വെച്ചിട്ട് ജെൽ പെൻ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, ആ വേർഡ്സ് കുറച്ചുകൂടെ ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ജെൽ പെൻ യൂസ് ചെയ്ത് അതൊന്ന് അതിൻ്റെ മുകളിൽ കൂടെ എഴുതി കൊടുക്കുവാണെങ്കിൽ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ആ പിങ്ക് സ്കെച്ച് വെച്ച് എഴുതിയിരുന്നിടത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പേന വെച്ചൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫ്ലൂറസെൻറ്റ് കളർ വെച്ചിട്ട്, ഒരു ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒരു പോപ്പ് ഓഫ് കളേഴ്സ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിൽ ജസ്റ്റ് കുറച്ച് സ്റ്റാർസ് പോലെ ഒരു 3-4 സ്റ്റാർസ് സൈഡിലായിട്ട് കോർണറിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെയോ കുറവ് പോലെ കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വലുപ്പമുള്ള, ഇപ്പോൾ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറിനേക്കാളും കുറച്ചുകൂടെ വലുപ്പമുള്ള, ഞാനിപ്പോൾ ആ ബ്ലാങ്കായിട്ട് കിടക്കുന്ന സ്പേസിൽ ഫില്ലാവുന്ന പോലത്തെ ഒരു സ്റ്റിക്കർ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാനൊരു ഓറഞ്ച് കളറിലെ ബ്രഷ് പെൻ വെച്ചിട്ട് ഈ വരച്ച സർക്കിൾ ഉണ്ടല്ലോ, ഹാഫ് സർക്കിളിനെ അതിൻ്റെ 2 ഭാഗത്തായിട്ട്, അതായത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും പോലെ 2 ഭാഗങ്ങളുണ്ടല്ലോ, ആ 2 ഭാഗത്തിൻ്റെ ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് പോർഷനും മുകളിലൊരു ഭാഗവും താഴെ കുറച്ച് ഭാഗത്തുമായിട്ട് എന്ത് ചെയ്ത് കൊടുത്തു, ആ സർക്കിളിനെ ഒന്നൊരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ബ്രഷ് പെൻ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ നോട്ട്ബുക്കിൻ്റെ ബോർഡർ പോർഷനിലും കംപ്ലീറ്റ് ആയിട്ടല്ല, കുറച്ച് ഭാഗത്ത് ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹൈലൈറ്റർ വെച്ച് ആ ഒരു കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഹൈലൈറ്റർ വെച്ച് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ അനുസരിച്ച് ഒരുപാട് ചേഞ്ചസ് ഇതിൽ വരുത്താം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് കളേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, പാറ്റേൺ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, വേറെ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വന്തം ഹാൻഡ് മെയ്ഡായിട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി നിങ്ങൾക്ക് ഇതിൽ പേസ്റ്റ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും. ഇപ്പോൾ എന്തായാലും ഞാൻ ഇത് സിമ്പിളായിട്ട് ചെയ്യുവാണ്. അപ്പോൾ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആകും. പക്ഷേ സ്റ്റിക്കർ ഇല്ലാത്തവർ നിങ്ങളല്ലാതെ ക്രിയേറ്റീവായിട്ട് സ്കെച്ച് പെന്നും മാർക്കറും ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ പിക്ചേഴ്സ് വരയ്ക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ അവിടെ സി എന്നും വൈ എന്നും എഴുതിയത് അത്ര ശരിയായില്ല എന്ന്, അത് ഞാൻ പിന്നെ ആ ഹൈലൈറ്റർ വെച്ച് എഴുതാനായിട്ടൊന്ന് ട്രൈ ചെയ്തു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഇറേസർ യൂസ് ചെയ്തുകൊണ്ട് ആ ഭാഗത്ത് ആ ഹൈലൈറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ബ്രഷ് പെൻ വെച്ചിട്ട് ജസ്റ്റ് ആ വൈയും സി ഒന്ന് എഴുതി കൊടുത്തു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അത്ര അതങ്ങോട്ട് ശരിയായില്ല. ബട്ട് സ്റ്റിൽ ഇനി അത് എഴുതി കൊളാക്കുന്നതിനേക്കാളും നല്ലത് അതിന് ഇതുപോലെ അങ്ങ് വിടുന്നതാണ്. ജേണലിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിൽ ആ കോർണറിലായിട്ട് എനിക്ക് കുറച്ച് പ്ലെയിൻ ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് അവിടെ ഒരു സ്റ്റിക്കർ ആഡ് ചെയ്ത് കൊടുത്തു, ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു സ്റ്റിക്കർ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ഇതിൽ വരുത്താം. ഞാൻ പറഞ്ഞല്ലോ സെയിം ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു മോഡൽ കാണിച്ചു തരുന്നേ ഉള്ളൂ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ എന്തായാലും വെക്കേഷൻ ടൈമൊക്കെ അല്ലേ, ഇതൊക്കെ കുട്ടികൾക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ജേണലിങ് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വീക്കിൽ 2-3 തവണയെങ്കിലും ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ നല്ലപോലെ ഇത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്ട്രെസ്സ് കുറയ്ക്കാനും ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഫോൺ സ്ക്രോളിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇതെന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.